എൻ്റെ വീട്ടിലെ ഭയങ്കര പല്ലിയുടെ ശല്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ പല്ലിക്ക് എന്തെങ്കിലും ഒരു പല്ലി മരുന്നിടാം, പല്ലി പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് പല്ലി ശല്യം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം വീട്ടിലാണ് ഈ പല്ലിക്ക് ഒരു ശല്യവും ഇല്ല, ഒറ്റ പല്ലി പോലും ഇല്ല എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ വൈഫ് പറയാം, അത് പല്ലിക്കിരുന്ന് ചിലയ്ക്കാൻ സൗകര്യമുള്ള വീട്ടിലെ പല്ലി ഇരിക്കുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് എൻ്റെ വീട്ടിൽ എന്തായാലും സൗകര്യക്കുറവെന്ന് ചോദിച്ചപ്പോൾ, എന്തെങ്കിലും ഒരു സത്യം കേട്ടാലല്ലേ ആ പല്ലിക്ക് ചിലയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഈ അയ്യപ്പൻ ചേട്ടൻ വേറൊരു ഇതുണ്ട്. അയ്യപ്പൻ ചേട്ടൻ ഒരാളെ വേറൊരു അമ്പലത്തിലേക്ക് പുള്ളീനെ ഒരു വഴിപാട് നടത്തിക്കാനായിട്ട് കൊണ്ടുപോവുക. വേറൊരാളെ ഇങ്ങനെ ഒരു അവിടെ പോയി വഴിപാട് നടത്താൻ പറഞ്ഞ ഒരു ചെറിയ അമ്പലം. ഈ അമ്പലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൂടെ ഇത് ആരും ഇതൊന്നുമില്ല, സഹായമായിട്ടൊന്നുമില്ല. അപ്പോൾ ചെന്നപ്പോൾ ഈ നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിന് മുമ്പിൽ ഒരു പാത്രത്തിലിങ്ങനെ ചന്ദനം, ഭസ്മം, കളഭം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അയ്യപ്പൻ ചേട്ടൻ ഒരു പൂജാരിയാണല്ലോ, ഇയാൾ ചെന്ന വഴി കുറേ നേരമൊക്കെ തൊഴുതിട്ട് ഈ തുറക്കാത്തതുകൊണ്ട് പുള്ളി ഇത് ഓരോ സ്പൂണിൽ ഇങ്ങനെ കോരി കയ്യിലിട്ടു. അപ്പോഴാണ് തുറന്നിട്ട് തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ചെയ്യണത്, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞു കേട്ടോ, അശുദ്ധമായില്ലേ, നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ ചുറ്റുമൊന്നും അറിയില്ലേ? അപ്പോൾ അയ്യപ്പൻ ചേട്ടൻ പറയാം, ക്ഷമിക്കണം തിരുമേനി, ഇവിടെ ബൊഫയാണെന്ന് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ടൊരു വല്യപ്പം വരുമായിരുന്നു. പുള്ളിക്ക് ഞാൻ 10 രൂപ 20 രൂപയൊക്കെ ചിലപ്പോൾ വരുമ്പോൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്ഥിരം വന്നു കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു അവകാശം പോലെയായി. പുള്ളി നമ്മൾ പൈസ കൊടുത്തില്ല, മക്കളോട് ദേഷ്യപ്പെടുക, എന്താണ് നിങ്ങൾ പൈസ തരാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ആ ഗേറ്റ് അങ്ങ് അടച്ച് പൂട്ടിയേക്ക്, ഇയാൾ വന്നാൽ കയറില്ലല്ലോ. അങ്ങനെ പുള്ളി വരുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടു. കുറച്ച് ദിവസം മുമ്പ് ഈ ഗേറ്റിൻ്റെ ആ സൈഡിൽ ഇതങ്ങ് പോയിട്ട് ഗേറ്റ് അങ്ങ് പൊളിഞ്ഞു പോയി. അപ്പോൾ അത് പൂട്ടാൻ വയ്യ. അപ്പം ഈ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് അവൻ്റെ കാറുമായിട്ട് വീട്ടിൽ വന്നു. കാറിങ്ങനെ വീടിൻ്റെ മുന്നിൽ ഇട്ടേക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്താണെങ്കിൽ ഞാൻ ഈ താടിയൊന്നും വളർത്താണ്ട് സാധാരണ പോലെയായിരുന്നു. അപ്പോൾ ഈ അങ്ങനെക്കാണെങ്കിൽ ഒരു 80 വയസ്സൊക്കെ ഉണ്ട്, കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്. അങ്ങനെ പിന്നെ പുള്ളി വന്ന് നോക്കുമ്പോൾ ഈ ഗേറ്റ് തുറന്ന് കിടക്കുന്നു, മുറ്റത്തൊരു കാറ് കിടക്കുന്നു. പുള്ളി പതുക്കെ കയറി വന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, കുറേ നാളായില്ലേ പുള്ളി വന്ന് പൈസ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കാറില്ലല്ലോ, ഇപ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കും, നോക്കുമ്പോഴാണെങ്കിൽ 10ൻ്റെ 20ൻ്റെ ഇല്ല. അപ്പോൾ ഒരു 50 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ പുള്ളി ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞിട്ട് പറയാം, സാറേ ഇവിടെ നേരത്തെ ഒരു നാറ് താമസിക്കുന്നുണ്ടായിരുന്നു, 10ൻ്റെ പൈസയും തരൂല, ഗേറ്റും പൂട്ടിയിടും.